2025 ജൂൺ 22-ാം തീയതി അഥവാ മിഥുനം 8-ാം തീയതി ഞായറാഴ്ച ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി യോഗിനി ഏകാദശിയായി അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് യോഗിനി ഏകാദശിയെക്കുറിച്ച് ഒന്ന് സ്മരിക്കാം. കലണ്ടറിലൊക്കെ ജൂൺ 21-ാം തീയതി ശനിയാഴ്ച ഏകാദശി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. പലർക്കും സംശയം ഉണ്ട്. അപ്പോൾ ജൂൺ 21-ാം തീയതി രാവിലെ 7:18 ഏകാദശി തിഥി ആരംഭിക്കുന്നത്. 22-ാം തീയതി വെളുപ്പിനെ 4:27 വരെയാണ് ഏകാദശി തിഥി ഉള്ളത്. അതിനാൽ ഏകാദശി തിഥി നാഴിക കുറവാണെങ്കിലും ദ്വാദശിയോട് ചേർന്ന് വരുന്ന ഏകാദശിയാണ് വൈഷ്ണവരെ ആചരിക്കുന്ന ഇത്. ഞായറാഴ്ച 22-ാം തീയതിയാണ് വ്രതാനുഷ്ഠാനത്തിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ജൂൺ 21-ാം തീയതി എന്ന് കലണ്ടറിൽ കണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഏകാദശി തിഥി ആരംഭിക്കുന്ന സമയം നോക്കുക. 7:18 അപ്പം അന്ന് സൂര്യോദയത്തിലും അരുണോദയത്തിലും ഒക്കെ ദശമിയുണ്ട്. ദശമിയോടുകൂടി ചേർന്ന ഏകാദശി നമ്മൾ എടുക്കാറില്ല എന്നുള്ള ഒരു സംഗതി ഉള്ളത് കൊണ്ടാണ് ജൂൺ 22 ഞായറാഴ്ചയാണ് വ്രതാനുഷ്ഠാനത്തിനായിട്ട് എടുക്കേണ്ടത്. ഹരിവാസരം 21-ാം തീയതി രാത്രി 9 മണി മുതൽ 41 വരെയാണ് ആരംഭിച്ച് പിറ്റേ ദിവസം 9:41 രാവിലെ വരെ ഹരിവാസര സമയമാണ്. പാരണ 23-ാം തീയതി രാവിലെ 6 മണി മുതൽ 9:30 വരെയുള്ള സമയത്ത് പാരണ വിടാം. എല്ലാ ഏകാദശി ആചരിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഏകാദശിയും അനുഷ്ഠിക്കേണ്ടത്. ഹരിവാസര സമയത്ത് കൂടുതൽ ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ പോവുക. തുളസി മാലയൊക്കെ ഭഗവാന് ചാർത്താൻ സാധിച്ചാൽ അത് വളരെ വിശേഷമാണ്. അതുപോലെ തുളസീദളം, തൃക്കൈവെണ്ണ ഒക്കെ കൊടുത്ത് ധാരാളം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം, ഓം നമോ നാരായണ എന്ന മന്ത്രം, അതുപോലെ ഭഗവത്ഗീതയോ ഭാഗവതോ നാരായണീയമോ അങ്ങനെ ഈശ്വര ചിന്തയോടുകൂടി ഇതിൽ സമയം ഇരിക്കാനുള്ള ഒരു സന്ദർഭം ഭഗവാന്റെയും മഹാലക്ഷ്മിയുടെയും കടാക്ഷം കൂടുതൽ അനുഭവിക്കുന്ന സുദിനങ്ങൾ